വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ലളിതവും എന്നാൽ വിശദവുമായ ഒരു കുറിപ്പ് താഴെ നൽകുന്നു. വാസ്തുശാസ്ത്രം, പ്രകൃതിയുമായുള്ള ഇണക്കം. ഭാരതീയ വാസ്തുവിദ്യയുടെ ആധാരശിലയാണ് വാസ്തുശാസ്ത്രം. പ്രപഞ്ചത്തിലെ ഊർജത്തെ മനുഷ്യവാസത്തിന് അനുയോജ്യമായ രീതിയിൽ ക്രമീകരിക്കുന്ന ശാസ്ത്രമാണിത്. പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയെ വീടിനുള്ളിൽ തുലനാവസ്ഥയിൽ നിലനിർത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. പ്രധാനപ്പെട്ട വാസ്തുതത്വങ്ങൾ. വീട് നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. 1. സ്ഥാനനിർണയം. ദിശകൾ. വാസ്തുവിൽ 8 ദിശകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഓരോ ദിശയെയും ഓരോ ദേവന്മാരും ഗ്രഹങ്ങളും നിയന്ത്രിക്കുന്നുവെന്നാണ് സങ്കല്പം. കിഴക്ക്, ആരോഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദിശ. പ്രവേശന കവാടത്തിന് ഏറ്റവും അനുയോജ്യം. പടിഞ്ഞാറ്, വരുമാനത്തെയും ലാഭത്തെയും സൂചിപ്പിക്കുന്നു. തെക്ക്, യമധർമ്മന്റെ ദിശയായി കരുതപ്പെടുന്നു. ഇവിടെ ഭാരമേറിയ നിർമ്മാണങ്ങൾ വരുന്നത് ഉചിതമാണ്. വടക്ക്, കുബേരന്റെ ദിശ. സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഈ ഭാഗം തുറസായിടുന്നത് നല്ലതാണ്. 2. മുറികളുടെ വിന്യാസം. പൂമുഖം, സിറ്റ് ഔട്ട്. കിഴക്കോ വടക്കോ ഭാഗത്ത് വരുന്നത് ഉത്തമം. അടുക്കള. അഗ്നികോണായ തെക്ക് കിഴക്ക് ഭാഗമാണ് അടുക്കളയ്ക്ക് ഏറ്റവും അനുയോജ്യം. ഇത് സാധ്യമല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് വായുക്കോൺ ഭാഗം തിരഞ്ഞെടുക്കാം. കിടപ്പുമുറി. മാസ്റ്റർ ബെഡ്റൂം വീടിന്റെ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗത്തായിരിക്കണം. ഇത് കുടുംബനാഥന് സ്ഥിരതയും സമാധാനവും നൽകുന്നു. പൂജമുറി. വടക്ക് കിഴക്ക് ഈശാനക്കോൺ ഭാഗത്തായിരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായിരിക്കണം. ബാത്റൂം. വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ക്രമീകരിക്കാം. യാതൊരു കാരണവശാലും ഈശാനക്കോണിൽ ബാത്റൂം പണിയരുത്. പഞ്ചഭൂതങ്ങളും വാസ്തുവും. വാസ്തുശാസ്ത്രം പഞ്ചഭൂതങ്ങളെ വീടിന്റെ വിവിധ കോണുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഭൂതം. ദിശ. പ്രാധാന്യം. ജലം. വടക്ക് കിഴക്ക്. ഐശ്വര്യം, കിണർ, ശുദ്ധജലം. അഗ്നി. തെക്ക് കിഴക്ക്. ഊർജം, അടുക്കള. വായു. വടക്ക് പടിഞ്ഞാറ്. ചലനം, കാറ്റ്, അതിഥിമുറി. ഭൂമി. തെക്ക് പടിഞ്ഞാറ്. സ്ഥിരത, മാസ്റ്റർ ബെഡ്റൂം. ആകാശം, മധ്യഭാഗം. ബ്രഹ്മസ്ഥാനം, പ്രകാശം. മുറ്റം, തുറസായ സ്ഥലം. വാസ്തുവിന്റെ ശാസ്ത്രീയ വശം. പലരും വാസ്തുവിനെ വെറുമൊരു വിശ്വാസമായി കാണാറുണ്ടെങ്കിലും അതിന് പിന്നിൽ വ്യക്തമായ ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. സൂര്യപ്രകാശം. വീടിനുള്ളിൽ ധാരാളം പ്രഭാത സൂര്യപ്രകാശം ലഭിക്കുന്നത് അണുക്കളെ നശിപ്പിക്കാനും പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. വായുസഞ്ചാരം. മുറികൾ കൃത്യമായ സ്ഥാനത്ത് പണിയുന്നത് വീടിനുള്ളിൽ തണുപ്പും നല്ല വായുസഞ്ചാരവും ഉറപ്പാക്കുന്നു. ഭൗമകാന്തികത. ഭൂമിയുടെ കാന്തിക വലയത്തിന് അനുസൃതമായി കിടന്നുറങ്ങുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കുന്നു. ശ്രദ്ധിക്കുക, വാസ്തു എന്നത് വീടിന് വെറും ഭംഗി നൽകാനല്ല, മറിച്ച് താമസിക്കുന്നവരുടെ മാനസികവും ശാരീരികവുമായ സുസ്ഥിതി ഉറപ്പാക്കാനാണ്. വാസ്തുദോഷങ്ങൾ വീടിന്റെ സമാധാനത്തെയും ഐശ്വര്യത്തെയും ബാധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ എല്ലാ ദോഷങ്ങൾക്കും വീട് പൊളിച്ചു പണിയുക എന്നത് പ്രായോഗികമല്ല. വീട് പൊളിക്കാതെ തന്നെ ചെയ്യാവുന്ന ചില ലളിതമായ വാസ്തുദോഷ പരിഹാരങ്ങൾ താഴെ നൽകുന്നു. 1. പ്രവേശന കവാടത്തിലെ ദോഷങ്ങൾ. പ്രധാന വാതിൽ തെക്ക് ദർശനമായി വരുന്നത് പലരും ദോഷമായി കാണാറുണ്ട്. പരിഹാരം: വാതിലിന് മുകളിലായി ഒരു ഹനുമാൻ സ്വാമിയുടെ ചിത്രം, ഗദയേന്തിയ രൂപം പതിപ്പിക്കുന്നത് നല്ലതാണ്. കൂടാതെ വാതിലിന് ഇരുവശവും മംഗളചിഹ്നങ്ങളായ സ്വസ്തിക്, ഓം എന്നിവ വയ്ക്കുന്നതും നെഗറ്റീവ് ഊർജത്തെ തടയാൻ സഹായിക്കും. 2. കന്നിമൂല തെക്ക് പടിഞ്ഞാറ് ദോഷങ്ങൾ. ഈ ഭാഗം താഴ്ന്നിരിക്കുന്നതോ ഇവിടെ കിണർ, ടോയ്ലറ്റ് എന്നിവ വരുന്നതോ വലിയ ദോഷമായി കരുതുന്നു. പരിഹാരം: ഈ ഭാഗത്തെ ഭിത്തിയിൽ ഭാരമേറിയ അലമാരകൾ വയ്ക്കുക. ഈ കോണിൽ എപ്പോഴും ഒരു മഞ്ഞ ബൾബ് തെളിയിക്കുന്നത് ദോഷഫലം കുറയ്ക്കും. ടോയ്ലറ്റ് മാറ്റാൻ കഴിയില്ലെങ്കിൽ അതിന്റെ വാതിൽ എപ്പോഴും അടച്ചിടുകയും ഉള്ളിൽ ഒരു പാത്രത്തിൽ ഉപ്പുവെള്ളം വെക്കുകയും ചെയ്യുക. ആഴ്ചയിലൊരിക്കൽ ഇത് മാറ്റണം. 3. ഈശാനക്കോൺ വടക്ക് കിഴക്ക് ദോഷങ്ങൾ. ഈ ഭാഗത്ത് അടുക്കളയോ ടോയ്ലറ്റോ വരുന്നത് ധനനഷ്ടത്തിന് കാരണമാകുമെന്ന് പറയപ്പെടുന്നു. പരിഹാരം: ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് മണിപ്ലാന്റ് വളർത്തുന്നത് പോസിറ്റീവ് ഊർജം നൽകും. വീടിന്റെ ഈ ഭാഗം എപ്പോഴും വൃത്തിയായും ഭാരമില്ലാതെയും സൂക്ഷിക്കുക. ഒരു വാസ്തു പിരമിഡ് ഇവിടെ സ്ഥാപിക്കുന്നതും നല്ലതാണ്. 4. അടുക്കളയിലെ ദോഷങ്ങൾ. അഗ്നികോൺ. അടുക്കള വടക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ അത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. പരിഹാരം:
ഗ്യാസ് സ്റ്റൗ അടുക്കളയുടെ തെക്ക് കിഴക്ക് മൂലയിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ ശ്രമിക്കുക. സാധ്യമല്ലെങ്കിൽ സ്റ്റൗവിന് സമീപം ഒരു ചുവന്ന പെയിന്റോ ചെറിയ ചുവന്ന ബൾബോ വയ്ക്കുന്നത് അഗ്നിദോഷം കുറയ്ക്കാൻ സഹായിക്കും. പൊതുവായ ലളിത പരിഹാരങ്ങൾ. ചില ചെറിയ മാറ്റങ്ങളിലൂടെ വീടിനുള്ളിലെ ഊർജം മെച്ചപ്പെടുത്താം. ഉപ്പുവെള്ളം ഉപയോഗിച്ചുള്ള ശുദ്ധീകരണം. ആഴ്ചയിലൊരിക്കൽ വീട് കഴുകുമ്പോൾ വെള്ളത്തിൽ അല്പം കല്ലുപ്പ് ചേർക്കുക. ഇത് വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കും. കർപ്പൂരം പുകയ്ക്കുക. വൈകുന്നേരങ്ങളിൽ കർപ്പൂരം കത്തിച്ച് വീടിന്റെ എല്ലാ മൂലകളിലും പുക കാണിക്കുന്നത് അന്തരീക്ഷം ശുദ്ധമാക്കാൻ സഹായിക്കും. കാറ്റാടി മണികൾ, വിൻഡ് ചൈംസ്. വാതിലുകളിലോ ജനലുകളിലോ കാറ്റാടി മണികൾ തൂക്കുന്നത് പോസിറ്റീവ് ശബ്ദതരംഗങ്ങൾ ഉണ്ടാക്കും. കണ്ണാടിയുടെ സ്ഥാനം. വലിയ കണ്ണാടികൾ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഭിത്തികളിൽ തൂക്കുന്നത് ഐശ്വര്യം നൽകും. എന്നാൽ കിടപ്പുമുറിയിൽ കട്ടിലിന് അഭിമുഖമായി കണ്ണാടി വയ്ക്കരുത്. സസ്യങ്ങൾ. ഉണങ്ങിയ ചെടികൾ വീട്ടിൽ വെക്കരുത്. തുളസി, മണിപ്ലാന്റ് എന്നിവ വളർത്തുന്നത് വാസ്തുദോഷങ്ങൾ കുറയ്ക്കാൻ ഉത്തമമാണ്. ശ്രദ്ധിക്കുക. വലിയ ദോഷങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു വാസ്തുവിദഗ്ധനെ നേരിട്ട് കണ്ട് പ്ലാൻ കാണിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ പ്രത്യേകമായി ഏതെങ്കിലും ഭാഗത്ത്